ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഔഷധ ഗുണങ്ങളുള്ള 2 ടീയാണ്. ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെ ടീയും മറ്റൊന്ന് ചെമ്പരത്തിയുടെ ടീയും. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ശംഖുപുഷ്പം ഒരു 10-25 കിട്ടിയതുകൊണ്ട് അത് സിറപ്പാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സിറപ്പൊഴിച്ച് ജ്യൂസാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അലിയിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് നീളത്തിലുള്ള പട്ടയാണ്. പട്ടയുടെ ആ ഫ്ലേവർ അതിനൊരു നല്ല മണവും കിട്ടും. അതുപോലെ തന്നെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സ്പൈസാണ് പട്ട. നമുക്കത് 1 ഇഞ്ച് നീളത്തിൽ ഇട്ട് കൊടുക്കാം. നന്നായി വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിക്കുകയും ചെയ്തു. നമുക്കതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര സിറപ്പൊന്ന് പറ്റി വരുന്നുണ്ട്. അതൊന്ന് പകുതിയോളം വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി നന്നാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം മുഴുവനായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ശംഖുപുഷ്പം നന്നായി അതിൻ്റെ വെള്ളത്തിൽ അലിഞ്ഞ് അതിൻ്റെ ആ ബ്ലൂ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ലയിച്ചിട്ടൊരു ബ്ലൂ കളർ സിറപ്പ് നമുക്ക് ലഭിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഏകദേശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇനി നമ്മളത് ആറിക്കഴിഞ്ഞിട്ട് നന്നായി ആറിയതിന് ശേഷം നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കണേ. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നന്നായി അരിച്ചൊഴിച്ച് നമുക്ക് നീല കളറിലുള്ള സിറപ്പാണ് അപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ സിറപ്പാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള സിറപ്പ് ഒഴിച്ച് നമുക്കത് നാരങ്ങാനീരൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു ജ്യൂസാക്കി മാറ്റാം. ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സിറപ്പ് നല്ല ബ്ലൂ കളറിലിരിക്കുന്നു. അതിനകത്ത് ഒരു 2-3 സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒരു ഗ്ലാസ് ജ്യൂസിന് അത് ധാരാളം മതിയാകും. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ്. ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിരുന്നത് നമുക്ക് ബ്ലൂ കളറിൽ സിറപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്ലൂ കളർ മാറിയിട്ട് നാരങ്ങാനീര് ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു ലൈറ്റ് വയലറ്റ് കളറിലേക്ക് വന്നു. നമ്മൾ നാരങ്ങാനീര് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള വയലറ്റ് കളറായി മാറും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സോഡയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സോഡ ആ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് വയലറ്റ് കളറിലായി മാറി. ബ്ലൂ കളറാർന്നത് വയലറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസോ ചിയാ സീഡോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലെമൺ ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ഫീഡ്ബാക്ക് പറയുകയും ചെയ്യണം. ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ജ്യൂസാണ് അടുത്തത് ഉണ്ടാക്കുന്നത്. അതും ഏറെ ഔഷധ ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു 5 ചെമ്പരത്തിയുടെ പൂവാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് 1 ഗ്ലാസ് ജ്യൂസ് മാത്രം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ചെമ്പരത്തിയുടെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഇതളുകൾ മാത്രമായി നന്നാക്കിയെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഞ്ചിയും പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചെമ്പരത്തി പൂവിനെ ഇട്ട് കൊടുക്കാം.
നമ്മൾ തിളച്ചുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന കളറുകളെല്ലാം വെള്ളത്തിലേക്ക് ലയിച്ചിട്ട് പൂ ഒരു കളറില്ലാണ്ടായി. ഇനി നമുക്ക് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മൂടി വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. നല്ല റെഡ് കളറിൽ, ലൈറ്റായിട്ടുള്ള റെഡ് കളറിലുള്ള ഒരു ജ്യൂസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. വളരെയധികം ഗുണങ്ങളുള്ള ചെമ്പരത്തിയുടെ ജ്യൂസ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം, നല്ലതാണ്. എല്ലാവരും ഒന്ന് അതിൻ്റെ കുറച്ചധികം ദിവസം അടുപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ചെമ്പരത്തി. അതുപോലെ തന്നെ ശംഖുപുഷ്പവും പണ്ട് കാലങ്ങളിലുള്ള ആളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളിപ്പോഴത്തെ രീതിയിൽ അതെല്ലാം ഒന്ന് മാറിപ്പോയതുകൊണ്ടാണ്. അത് നമുക്ക് വീണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റെഡ് കളറിലുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. ഒരു നാരങ്ങയുടെ പകുതി തന്നെ വേണ്ട, ഒരു ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് റെഡായിട്ടിരുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ജ്യൂസ് നല്ല ഡാർക്ക് റെഡിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.